എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ മാത്സിൻ്റെ 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്, ബഹുഭുജങ്ങൾ. PSC 2025 നടത്തിയ മിക്ക എക്സാമിനും ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലെ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. എന്നിട്ട് PSC ചോദിച്ച ക്വസ്റ്റ്യൻസും ചെയ്യാം. ആദ്യം തന്നെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇത് നമ്മൾ കാണാതെ പഠിക്കണം. n വശങ്ങളുള്ള ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക. n വശങ്ങളുള്ള ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക n-2 × 180 ആണ്. ഈ ഇക്വേഷൻ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. n വശങ്ങളുള്ള ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുകയാണ് n-2 × 180. നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ രണ്ട് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നമുക്കിത് രണ്ടും ചെയ്ത് നോക്കാം. ഇവിടെ n എന്ന് പറയുന്നത് 52 ആണ്. n എന്ന് പറയുന്നത് 52 ആണ്. വാല്യൂ നമുക്കിതിനകത്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പം n-ന് പകരം 52 - 2 × 180. ഇത് സോൾവ് ചെയ്യുമ്പം 9000 എന്ന് കിട്ടും. ഈസി ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഇപ്പം കോണുകളുടെ തുകയാണ് നമുക്ക് 8100 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻസിൽ ഇട്ട് കൊടുക്കാം. ഇക്വേഷൻ n-2 × 180. 180 എന്ന് പറയുന്നതാണ് 8100. ഇതിൽ നമുക്ക് n കണ്ടുപിടിക്കണം. ഇനി നമുക്ക് 180 അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകണം. അപ്പം n-2 × 8100 ഡിവൈഡഡ് ബൈ 180 ചെയ്യണം. 0 0 പോകും. ഇവിടെ 18 45 വട്ടം വരും. അപ്പോൾ n എന്ന് പറയുന്നത് 45 + 2 47. നമുക്കിനി അടുത്ത എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്ത് നോക്കാം. 12 വശങ്ങൾ ഉള്ള ഒരു ബഹുഭുജത്തിൻ്റെ അകക്കോണുകളുടെ തുക എത്ര? ഇക്വേഷൻ നമുക്കറിയാം, n-2 × 180. ഇവിടെ n എന്ന് പറയുന്നത് 12 ആണ്. അപ്പം 12 - 2 10. 10 × 180. ആൻസർ 1800. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? നമുക്കറിയാം, പുറം കോണുകളുടെ തുക, ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക 360 ആണ്. ബഹുഭുജങ്ങളുടെ പുറം കോണുകളുടെ തുക 360 ആണ്. ആ 360 എന്ന് പറയുന്നത് അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ്. അകക്കോണുകളുടെ തുകയുടെ 2 മടങ്ങ്, അതായത് 2 × അകക്കോണുകളുടെ തുക. അപ്പം നമുക്കിതിൽ നിന്ന് 2നെ ഇപ്പോഴത്തെ സൈഡിലോട്ട് കൊണ്ടുവരുമ്പം 180 വരും. അപ്പം അകക്കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 വരും. അകക്കോണുകളുടെ കൂട്ടുമ്പം 180 വരുന്നത് നമുക്കറിയാം ട്രയാങ്കിളാണ്. ട്രയാങ്കിളിൻ്റെ 3 സൈഡുകളുടെ അകക്കോണുകളുടെ തുകയാണ് 180. ട്രയാങ്കിളിന് എത്ര സൈഡുണ്ട്? 3. അത് നമുക്ക് കോമൺ സെൻസ് വഴി നമുക്കത് കിട്ടും. അപ്പം എത്ര വശങ്ങളുണ്ട്? ഈസി ആയിട്ട് കിട്ടും, 3. ഇവിടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഏത് ബഹുഭുജത്തിൻ്റെയും പുറംകോണുകളുടെ തുക 360 ആണ്. ഏത് ബഹുഭുജത്തിൻ്റെയും പുറംകോണുകളുടെ തുക 360 ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. 18 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളെല്ലാം തുല്യമാണ്. ഓരോ പുറംകോണും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, പുറംകോണുകളുടെ തുക 360 ആണ്. ഇവിടെ വശം തന്നിട്ടുണ്ട് 18. അപ്പം ഡിവൈഡ് ചെയ്താൽ മതി. 20 ആണ് ആൻസർ. 20 ആണ്. ഈ ചാപ്റ്ററിലെ PSCക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു. ഇനി നമുക്ക് കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിക്കുന്ന ലസാഗു ഉസാഗ, അതിലെ 2 പ്രോബ്ലം ചെയ്യാം. 20ൻ്റെയും 30ൻ്റെയും ഉസാഗ 10 ആണെങ്കിൽ അവയുടെ ലസാഗു എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പേഴ്സ് ഇൻറ്റു ലസാഗു ഇൻറ്റു ഉസാഗയാണ്. ഇവിടെ നമ്പർ 20 × 30 ഈക്വൽ ടു ഉസാഗ തന്നിട്ടുണ്ട് 10 ഇൻറ്റു LCM. നമുക്ക് LCM ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം LCM ഈക്വൽ ടു 20 × 30/10. 60 ആണ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇവിടെ 2 സംഖ്യകളുടെ ഗുണനഫലം 36ഉം ഉസാഗ 3ഉം അതിൻ്റെ ലസാഗു
ലസാഗു എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സംഖ്യകളുടെ ഗുണനഫലം 36. അപ്പം 36 = 3 × LCM. അപ്പോൾ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം 12 എന്ന് കിട്ടും. ആൻസർ 12. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു NCERT ചാപ്റ്റർ നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. ഇതും ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം പുറംകോണുകളുടെ തുക 360 ആണ്. ഇവിടെ വശം തന്നിട്ടുണ്ട് 18. അപ്പം ഡിവൈഡ് ചെയ്താൽ മതി. 20 ആണ് ആൻസർ. ഓരോ പുറംകോണും 20 ആണ്. ഈ ചാപ്റ്ററിലെ PSCക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു. ഇനി നമുക്ക് കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിക്കുന്ന ലസാഗു ഉസാഗ അതിലെ 2 പ്രോബ്ലം ചെയ്യാം. 20ൻ്റെയും 30ൻ്റെയും ഉസാഗ 10 ആണെങ്കിൽ അവയുടെ ലസാഗു എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പേഴ്സ് ഇൻറ്റു ലസാഗു ഇൻറ്റു ഉസാഗയാണ്. ഇവിടെ നമ്പർ 20 × 30 = ഉസാഗ തന്നിട്ടുണ്ട് 10 × LCM. നമുക്ക് LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം LCM = 20 × 30/10. 60 ആണ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇവിടെ 2 സംഖ്യകളുടെ ഗുണനഫലം 36ഉം ഉസാഗ 3ഉം അതിൻ്റെ ലസാഗു എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സംഖ്യകളുടെ ഗുണനഫലം 36. അപ്പം 36 = 3 × LCM. അപ്പം ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം 12 എന്ന് കിട്ടും. ആൻസർ 12. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു NCERT ചാപ്റ്റർ നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക.